ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ 62% പോളിംഗ്. സ്വതന്ത്രവും നീതിപൂർവകവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുരക്ഷാ സൈനികരെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരുണാചൽ, സിക്കിം നിയമസഭകളിലേക്കുള്ള വോട്ടെണ്ണൽ ആരംഭിച്ചു. അരുണാചലിൽ BJPയും സിക്കിമിൽ SKMഉം മുന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കാനിരിക്കെ NDAയ്ക്ക് മുൻതൂക്കം പ്രവചിച്ച് വിവിധ എക്സിറ്റ് പോളുകൾ. പ്രതീക്ഷ കൈവിടാതെ INDI സഖ്യം. രാജ്യത്ത് മെയ് മാസത്തെ ചരക്കു സേവന നികുതി വരുമാനത്തിൽ 10% വർധന. കേരളത്തിൽ കാലവർഷം ശക്തമാകും. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 2020 ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ അമേരിക്കയും കാനഡയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഇന്നലെ പൂർത്തിയായ അവസാന ഘട്ടത്തിൽ 62.36% പോളിംഗ് രേഖപ്പെടുത്തി. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലും ഉൾപ്പെടെ 57 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് 7ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും 13 സീറ്റുകൾ, പശ്ചിമബംഗാളിൽ 9, ബീഹാറിൽ 8, ഒഡീഷയിൽ 6, ഹിമാചൽ പ്രദേശിൽ 4, ജാർഖണ്ഡിൽ 3, ചണ്ഡീഗഡിലെ ഒരു മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാർ 51.92%, ചണ്ഡീഗഡ് 67.90%, ഹിമാചൽ പ്രദേശ് 70.05%, ജാർഖണ്ഡ് 70.66%, പഞ്ചാബ് 61.32%, ഉത്തർപ്രദേശ് 55.59%, പശ്ചിമബംഗാൾ 73.79%, ഒഡീഷയിൽ 70.67% എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഒഡീഷ നിയമസഭയിലെ ശേഷിക്കുന്ന 42 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും ഇതോടൊപ്പം നടന്നു. 904 സ്ഥാനാർത്ഥികളാണ് അവസാന ഘട്ടത്തിൽ മത്സരിച്ചത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി, പാർട്ടി നേതാക്കളായ അനുരാഗ് സിംഗ് താക്കൂർ, രവിശങ്കർ പ്രസാദ്, കങ്കണ റണാവത്ത്, കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി, വിക്രമാദിത്യ സിംഗ്, RJD നേതാവ് മിസ ഭാരതി, തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി തുടങ്ങിയ പ്രമുഖർ ഈ ഘട്ടത്തിൽ ജനവിധി തേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രചോദനമാണ് രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനപരമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ അചഞ്ചലമായ ജാഗ്രത പുലർത്തിയതിന് രാജ്യത്തെ സുരക്ഷാ സേനകൾക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. അരുണാചലിൽ BJPയും സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയും മുന്നിലാണ്. അരുണാചലിൽ 18 BJP മുന്നിലാണ്. സിക്കിം ക്രാന്തികാരി മോർച്ച 4 സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് 1 ലീഡ് ചെയ്യുന്നു. അരുണാചൽ പ്രദേശിൽ 60 സിക്കിമിൽ 32 അംഗ നിയമസഭകളാണ് നിലവിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാന നിയമസഭകളുടെയും നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും റിട്ടേണിംഗ് ഓഫീസർമാരുമായും വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു. പൊതു തെരഞ്ഞെടുപ്പ് വിജയമാക്കിയ എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി അറിയിച്ചു. കേരളത്തിൽ 20 കേന്ദ്രങ്ങളും വോട്ടെണ്ണലിന് സജ്ജമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം VVPAT സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തും. വോട്ടെണ്ണൽ ദിനം ഡ്രൈ ഡേ ആയിരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ കേരളത്തിൽ ഏകീകൃത സംവിധാനം സജ്ജമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലമറിയാനാവും. results.eci.gov.in വഴിയാണ് ഫലം ലഭ്യമാവുക. വോട്ടെണ്ണലിന് ശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ സുരക്ഷയ്ക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രസേനയെ നിയോഗിച്ചു. സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര നിരീക്ഷകരുടെയും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വോട്ടെണ്ണലിന് ശേഷം 15 ദിവസം വരെ ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും സുരക്ഷാ സേനയുടെ സേവനം ഉണ്ടാകും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭരണ തുടർച്ചയെന്നും BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും പ്രവചിച്ച് വിവിധ എക്സിറ്റ് പോളുകൾ. 300-ലധികം സീറ്റുകളുമായി NDA അധികാരത്തിലേറുമെന്നാണ് പ്രവചനം. INDI സഖ്യം നില മെച്ചപ്പെടുത്തുമെന്നും സർവേകൾ വ്യക്തമാക്കുന്നു.
കേരളത്തിൽ UDFന് മേൽക്കൈയെന്നാണ് പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ. LDF 4 മുതൽ 6 സീറ്റ് വരെയും BJP 1 മുതൽ 3 സീറ്റ് വരെയും നേടുമെന്നാണ് പ്രവചനം. ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാനാണ് ജനങ്ങൾ റെക്കോർഡ് സംഖ്യയിൽ വോട്ട് ചെയ്തെന്ന ആത്മവിശ്വാസവുമായി പ്രധാനമന്ത്രി. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പക്ഷപാതമോ ചോർച്ചയോ ഇല്ലാതെ പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. 295 ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസവുമായി INDI സഖ്യം രംഗത്ത്. ഇന്നലെ നടന്ന സഖ്യയോഗത്തിൽ പ്രതിപക്ഷ നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ശരത് പവാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃണമൂൽ, PDP പ്രതിനിധികൾ യോഗത്തിന് എത്തിയില്ല. INDI സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് AAP കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെട്ടു. ഫലപ്രഖ്യാപനത്തിന് ശേഷം സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗം ചർച്ച ചെയ്തതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. അതിനിടെ ഡൽഹി മദ്യ നയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച ജാമ്യ കാലാവധി ഇന്ന് കഴിയും. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ ജയിലിൽ ഹാജരാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ വർധന. മെയ് മാസത്തിൽ 1,72,739 കോടി രൂപയാണ് വരുമാനം. മുൻവർഷം ഇതേ കാലത്തെ അപേക്ഷിച്ച് 10% വളർച്ച രേഖപ്പെടുത്തി. 2023 മേയിൽ 1,57,90 കോടി രൂപയായിരുന്നു ലഭിച്ചത്. കേന്ദ്ര GSTയിൽ 32,409 കോടി രൂപയും സംസ്ഥാന GST ഇനത്തിൽ 40,265 കോടി രൂപയും ലഭിച്ചു. 87,781 കോടി രൂപയാണ് സംയോജിത GST. 12,284 കോടി സെസ്സായും പിരിഞ്ഞുകിട്ടി. മെയ് മാസത്തിൽ കേരളത്തിൽ GST വരുമാനമായി 2,594 കോടി രൂപ ലഭിച്ചു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും വേദിയിൽ നടക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ 1ാം ക്ലാസ്സിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുണനിലവാരമുള്ളതും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് എഡ്യു സബ്മിറ്റ് 2024 ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസൃതമായി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയം വിശദീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിലടക്കം ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരളത്തിന് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ സ്വാധീന ഫലമായാണ് ശക്തമായ മഴ. അസമിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 10 ജില്ലകളിലായി 6 ലക്ഷത്തിലധികം പേരെയാണ് വെള്ളപ്പൊക്ക ദുരിതം ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. 4,800 ഹെക്ടറിലധികം പ്രദേശത്ത് വിളനാശവും സംഭവിച്ചിട്ടുണ്ട്. പ്രളയബാധിത ജില്ലകളിൽ സംസ്ഥാന സർക്കാർ 187 ദുരിതാശ്വാസ ക്യാമ്പുകളും 96 ദുരിതാശ്വാസ വിതരണ കേന്ദ്രങ്ങളും തുറന്നു. ട്രാക്കിലെ വെള്ളക്കെട്ട് മൂലം വടക്കുകിഴക്കൻ റെയിൽവേ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസ് റദ്ദാക്കി. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഉഷ്ണതരംഗം തുടരുന്നു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടുകയാണ്. ഇന്നലെ ഉത്തർപ്രദേശിൽ നടന്ന വോട്ടെടുപ്പിനിടയിൽ 33 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കടുത്ത ചൂടിനെ തുടർന്ന് മരണപ്പെട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഉഷ്ണതരംഗത്തിന്റെ ഫലമായി നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. ദുരിതബാധിതരെ സഹായിക്കാൻ എത്രയും വേഗം നടപടികൾ സ്വീകരിച്ച ഭരണ സംവിധാനങ്ങളെ രാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിലൂടെ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ 62% പോളിംഗ്. സ്വതന്ത്രവും നീതിപൂർവകവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുരക്ഷാ സൈനികരെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരുണാചൽ, സിക്കിം നിയമസഭകളിലേക്കുള്ള വോട്ടെണ്ണൽ ആരംഭിച്ചു. അരുണാചലിൽ BJPയും സിക്കിമിൽ SKM മുന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കാനിരിക്കെ NDAയ്ക്ക് മുൻതൂക്കം പ്രവചിച്ച് വിവിധ എക്സിറ്റ് പോളുകൾ. പ്രതീക്ഷ കൈവിടാതെ INDI സഖ്യം. രാജ്യത്ത് മെയ് മാസത്തെ ചരക്കു സേവന നികുതി വരുമാനത്തിൽ 10% വർധന.
കേരളത്തിൽ കാലവർഷം ശക്തമാകും. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 2020 ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ അമേരിക്കയും കാനഡയും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.